എന്നോട് ക്ഷമിക്കേട്ടാ. ദേഷ്യപ്പെടല്ലേ. ഇനി ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല. ഈ കാര്യം മുൻപേ ഞാൻ ഏട്ടനോട് പറയേണ്ടതായിരുന്നു. പേടിച്ചിട്ടാ ഞാൻ പറയാതിരുന്നത്. കരയേണ്ട മോളെ. പോലീസിന്റെ കണ്ണില് നീ ഇപ്പോൾ ഒരു കുറ്റവാളിയാണ്. ആ ഭയം നിന്റെ കണ്ണിൽ ചേട്ടൻ കാണുന്നുണ്ട്. എന്താ വേണ്ടെന്ന് ചേട്ടൻ അറിയാം. സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗില് പുസ്തകം പേനയും അല്ലാതെ ഗണ്ണൊന്നും കൊണ്ടുവരാൻ പാടില്ല ലക്ഷ്മി. ആ റിവോൾവർ ഗൗതമാണ് എടുത്തെന്നും പറഞ്ഞ് അവൻ എഴുതിക്കൊണ്ടിരിക്കുക ലക്ഷ്മി. ചേട്ടാ, കോൺസ്റ്റബിൾസ് സർ. റിവോൾവർ മോഷ്ടിച്ച ഗൗതമിനെ എടുത്ത് ലോക്കപ്പിനകത്തില്ല. സർ, അത് എന്താ ദയ തോന്നുവാണോ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇവനെ തൂക്കിയെടുത്ത് അകത്തിടാൻ. ഏട്ടാ, ഏട്ടാ. Stop this. സ്കൂളിൽ എന്താ സംഭവിച്ചത്? എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത്? ഏട്ടത്തി, നിങ്ങളുടെ ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് കണ്ടോ? നമ്മുടെ കൊച്ചു അറിയാതെ പിസ്റ്റൾ എടുത്തതിന് ഇവരിവിടെ ഗൗതമേട്ടൻ മോഷ്ടിച്ചതാണെന്ന് കേസെടുത്തിരിക്കുക. ഗൗതമേട്ടനെ ജയിലിലിടാൻ പോവുക. എഴുതണ്ടെന്ന് പറഞ്ഞിട്ടും ഏട്ടൻ എഴുതി കൊടുത്തു. ഈ കേസിൽ ദുർഗയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഏട്ടൻ അങ്ങനെ ചെയ്തത്. എന്തിനാ ചേട്ടാ ഇങ്ങനെ ചെയ്തത്? ഞാൻ വരുന്നത് വരെ ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞതല്ലേ? ഞാൻ ആവേശം കാണിച്ചതല്ല, നല്ലവണ്ണം ആലോചിച്ചു. കഴുതകളുടെ കാല് പിടിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള നാട് തന്നെയായത്. പക്ഷെ എൻ്റെ സഹോദരി ലക്ഷ്മി ആരുടെ കാലിലും വീഴുന്നത് എനിക്കിഷ്ടമല്ല. അറിഞ്ഞോ അറിയാതെയോ എൻ്റെ സഹോദരി പോലീസിൻ്റെ റിവോൾവർ എടുത്തിരിക്കാം. പക്ഷെ അവൾ പഠിച്ച് നല്ല നിലയിലെത്തേണ്ട ഒരു പെൺകുട്ടിയാണ്. ഇതുപോലൊരു കേസിൽ പെട്ടുപോയാൽ അവളുടെ ഭാവി തന്നെ നശിച്ചു പോകും. ഞാൻ നല്ലവണ്ണം ആലോചിച്ചു. എൻ്റെ യഥാർത്ഥ ദേഷ്യമാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ നിൽക്കുന്ന പോലീസുകാരും മതിയാവില്ല എന്നെ തടുക്കാനായിട്ട്. എന്ന് പറഞ്ഞ് സ്വന്തം അനിയത്തിയെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ ഈ കേസിലെ പ്രതിയാകുവാണോ? സ്വന്തം ഭാവിയെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ? എനിക്ക് എന്നേക്കാളും എൻ്റെ സഹോദരിമാരാണ് എനിക്ക് പ്രധാനം. പക്ഷെ എനിക്ക് ചേട്ടനാ വലുത്. അതുകൊണ്ട് ദുർഗയെ ഞാൻ ഇവിടെ വിട്ടിട്ട് പോണോ? അങ്ങനെ ഞാൻ ചെയ്യോ ചേട്ടാ? ചേട്ടൻ റിവോൾവർ എടുക്കാത്തപ്പോ വെറുതെ എങ്ങനെയാ ലോക്കപ്പിലിടുന്നേ? ഹലോ, നിങ്ങൾ ഇനി എത്രയൊക്കെ സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല. എന്താന്ന് വെച്ചാൽ ആ റിവോൾവർ മോഷ്ടിച്ചത് നിന്റെ ഭർത്താവാണെന്ന് എഴുതി തന്നു കഴിഞ്ഞു. എവിടെയാ എഴുതി തന്നെ? എങ്ങനെ എഴുതിന്നാ? നീ ഒരല്പം താമസിച്ചു പോയി ശിവാനി. ഇതിനു മുൻപ് ചെറിയൊരു സെന്റിമെന്റ് സീൻ ഉണ്ടായിരുന്നു. നീ അപ്പോ വരണമായിരുന്നു. വെണ്ണില കൊമ്പിലെ രാപ്പാടി ഇന്നു നീ ഏട്ടന്റെ ചിങ്കാരി എന്ന പോലെ
ഈ സോങ് ബാക്ക്ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാട്ടിലുള്ളതുപോലെ നിങ്ങളുടെ ചേട്ടൻ ഈ കുറ്റം ചെയ്തത് ഞാനാണെന്നും പറഞ്ഞ് ധൃതി പിടിച്ച് ആ പെന്നും പേപ്പറും ഒക്കെ എടുത്ത് എഴുതി തന്ന ഈ ലെറ്ററും ഒരു തെളിവ് തന്നെയാ. ഇതാ കണ്ടോ? നന്നായി കണ്ടോ? നിന്റെ ഭർത്താവിന്റെ ഒപ്പ്, പേര് ഗൗതം. എഴുതി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും ചേട്ടത്തി? എന്ത് വേണമെങ്കിലും ചെയ്യാൻ നന്ദു. എന്റെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ നീ? ചേട്ടാ ഒന്ന് സമാധാനിക്ക് ചേട്ടാ. ഇവിടെ വെച്ച് എന്നെ കൈനീട്ടി അടിച്ചതും നമുക്ക് നല്ലതിനാ. നിനക്ക് ബുദ്ധിയുണ്ടോ? അടിക്കുന്നത് കൂടെ നല്ലതെന്ന് പറയുന്നു. ഒരു കാര്യമില്ലെന്ന് നന്ദുവിനെ അടിച്ചു. ഞാനുള്ളപ്പോൾ അവനെ തൊട്ടിരുന്നെങ്കിൽ ഗൗതമിനെ പിടിച്ച് അകത്താക്ക്. നിക്ക് രാജാ, ഒന്ന് സമാധാനിക്കേ. ഇത്രയും നേരം നിങ്ങളുടെ ബിൽഡപ്പ് കണ്ടു. അടുത്തതിനി ഞങ്ങൾ കാണിക്കുന്ന പടവും നിങ്ങൾ കണ്ണിമയ്ക്കാതെ നോക്കണം സർ. സ്കൂളിൽ വെച്ച് നിങ്ങൾ ദുർഗയെ അറസ്റ്റ് ചെയ്തത്, അതും ലേഡി കോൺസ്റ്റബിൾ ഇല്ലാതെ. ജെൻസ് കോൺസ്റ്റബിളെ വെച്ച് സ്റ്റേഷനിലൊക്കെ കൂട്ടിക്കൊണ്ടു വരാമോ? ഇവിടെ വന്നേ പിന്നെ ദുർഗയെ മാറ്റി നിർത്തി ഗൗതം ചേട്ടനെ ഈ കേസിലെ പ്രതിയാക്കുന്നത്, ഇവിടെ സംസാരിക്കാൻ വന്ന ഞങ്ങളെ ലോക്കപ്പിലാക്കണമെന്ന് വിചാരിക്കുന്നത് എല്ലാം വ്യക്തമായിട്ടുണ്ട്. അതല്ല, ഇനിയും തെളിവ് വേണോ? റോജ, ഇത് എത്ര മെഗാ പിക്സൽ ക്യാമറയാ? നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട്. ഇതാ പിടിച്ചോ. ഇത്രയും ക്ലാരിറ്റി ആയിട്ടുള്ള വീഡിയോ കാണിച്ച സ്ഥിതിക്ക് ഈ വീഡിയോ ഇനി SP സാർ കണ്ടാൽ നിങ്ങളുടെ ഭാവി കാലം ഒരു സിനിമ പോലെ കാണാൻ പറ്റും. നീ പ്ലാൻ ചെയ്തതിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുവാണല്ലേ? ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യണം ബ്രോ. ഇല്ലെങ്കി നിങ്ങളെ പോലുള്ള ആൾക്കാര് ഈ പാവങ്ങളുടെ ജീവിതം വെച്ച് കളിക്കില്ലേ?
ഒരു മൈനർ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുമ്പോ ഒരു പെൺ പോലീസിനെ വെച്ച് അറസ്റ്റ് ചെയ്യിക്കാതെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി എന്നിട്ട് കേസ് ഒരു തെറ്റും ചെയ്യാത്ത അവളുടെ ഏട്ടന്റെ മേൽ ചാർത്താൻ നോക്കുന്നത്. എന്നാൽ ഞാനത് തടഞ്ഞപ്പോ ഒരു സ്ത്രീയായ എന്നെ നിങ്ങൾ കൈനീട്ടി അടിച്ചത് എല്ലാം നിങ്ങൾ ചെയ്ത തെറ്റുകൾ തന്നെയാ. നിങ്ങളിത് സമ്മതിച്ചില്ലെങ്കിലും ഒരു പക്ഷേ നിങ്ങളെ മേലുദ്യോഗസ്ഥന്മാര് ഞങ്ങൾക്ക് നീതി വാങ്ങി തന്നില്ലെങ്കിലും ഡയറക്റ്റായി കോടതിയിൽ പോവും. നിങ്ങൾ നീതിയും ധർമ്മവും ഒന്നും വകവയ്ക്കാതെ പോലീസ് എന്ന അഹങ്കാരം കാണിച്ചാൽ നിയമവും നേരിടേണ്ടി വരും. According to Section 17, the CRPC 1973, every warrant of arrest issued by a court under this code shall be in writing signed by the presiding officer of such court and shall bear the seal of the court. വല്ലതും മനസ്സിലായോ ഏട്ടാ? ഫോർമാലിറ്റീസ് ഒന്നും ചെയ്യാതെ പോലീസ് ഡ്രസ്സും അണിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആരെ വേണമെങ്കിലും വരട്ടാന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ. എന്നാൽ നിയമം അത് അംഗീകരിക്കില്ല. ഇത് നിങ്ങളുടെ സ്റ്റേഷൻ ആയതിന് അഹങ്കാരം കാണും. എന്നാൽ നിയമത്തിന് മുന്നിൽ നിങ്ങളായാലും തല കുനിക്കേണ്ടി വരും. ഞാൻ വിചാരിച്ചത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ എന്ന് മനസ്സിൽ വെറുതെ ദിവാസ്വപ്നമൊന്നും കാണണ്ട. അണ്ടർ സെക്ഷൻ 41A CRPC, if the police feels that the accused has to be arrested, then without obtaining the permission from the magistrate concerned, they cannot arrest the accused. നിങ്ങളും ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇവിടെ കുറച്ചു പേർക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും. ഞാൻ പോലീസ് ഓഫീസർ ആകാൻ വേണ്ടി വെറും സ്വപ്നം കണ്ട് നടന്ന ആളല്ല. കഷ്ടപ്പെട്ട് പഠിച്ചു. പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ പാസ്സായി. ന്യായവും ധർമ്മവും നീതിയും സത്യസന്ധതയോടും കൂടി ജീവിക്കുന്ന എന്റെ ഭർത്താവിന്റെ വാക്ക് കേട്ട് എന്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാതിരിക്കുകയാണ് ഞാൻ. ഇല്ലായിരുന്നെങ്കിൽ അന്യായം കാണിക്കുന്ന ആരെയായിരുന്നാലും ശരി, ഈ പേപ്പർ കീറിയതുപോലെ ഞാൻ കീറിക്കളഞ്ഞാന്. നിങ്ങളുടെ സാറിന്റെ റിവോൾവർ ഇവിടെ ഉണ്ടല്ലോ. ഇദ്ദേഹത്തിന്റെ വീഡിയോയും ആ SP സാറിനൊന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കണ്ട. ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചേട്ടാ പോകാമോ? ഒരു നിമിഷം ഏട്ടത്തി. പോലീസേമാനെ, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഇത്രയും നേരം എൻ്റെ ഏട്ടത്തി പറഞ്ഞത് കേട്ടിട്ട് എനിക്കെന്താ ചെയ്യാൻ തോന്നിയെന്നറിയോ? ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് ഈ രണ്ട് വിരലും ഇങ്ങനെ മടക്കി പിടിച്ച് ഏട്ടത്തി വാ പോവാ. പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയല്ലേ? നീക്കൊരു മനുഷ്യനാണോടാ? This fundamental right is available to every person and citizens. നന്ദുനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വാറണ്ട് കൊടുത്തായിരുന്നോ? ടെക്നോളജിയൊക്കെ ഉപയോഗിക്കണം ഏട്ടാ. ഇല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആൾക്കാർ പാവങ്ങളെ വെച്ച് ഇങ്ങനെയൊക്കെ കളിക്കില്ലേ? വീട്ടിൽ വന്ന് കൈകൾ കഴുകി ഭക്ഷണം കഴിക്കുന്നതിന് പകരം നീ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്ത് പ്രയോജനമാണ് ദേവ? സ്വന്തം അനിയത്തി കാരണം കോൺസ്റ്റബിൾസിന് മുന്നിൽ വെച്ച് എന്റെ മോനം തന്നെ പോയി അച്ഛാ. അവൾ അനിയത്തിയല്ലടാ, രാക്ഷസിയാണ്, രാക്ഷസി. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ അമ്മയാണ് അവളെ പാലൂട്ടി വളർത്തിയത്. അല്പം പോലും നന്ദി കാണിക്കാതെ അവൾ നമ്മുടെ ശത്രുവായി മാറിയിരിക്കുകയാണ്. ശിവാനി എന്താ ചെയ്തേ അമ്മായി?
നിന്റെ മരുമകൾ ശ്രീദേവി സ്റ്റേഷനിൽ പോയിരുന്നല്ലോ. അവിടെ നടന്നതൊക്കെ കഥ പോലെ പറഞ്ഞു കേട്ടപ്പോ അത് കേട്ട് മാൻകുട്ടിയെ പോലെ കുതിച്ച് ചാടി രസിച്ചു അല്ലേ? ഇവിടെ വന്നു ഒന്നും അറിയാത്ത പോലെ അമ്മായി എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഏട്ടന്റെ ഭാര്യ ശിവാനി മുത്തശ്ശിയുടെ ഈ ചെറുമകനെ അപമാനപ്പെടുത്തിയെന്ന് ഞാൻ എങ്ങനെ ഇവിടെ വന്ന് പറയാം മുത്തശ്ശി? അപ്പോ നിങ്ങൾക്ക് സന്തോഷമായി കാണുമല്ലോ അല്ലേ? അതെ അച്ഛ, അവന്റെ വീട്ടിലുള്ള ആ കാവൽ നായ നന്ദുവിന്റെ കാലൊടിച്ച ഗൗതം വന്ന് എന്റെ കാലിൽ വീഴുന്ന ഞാൻ കരുതിയത്. എന്നിട്ട് നടന്നില്ല. അതിനുശേഷം എന്റെ റിവോൾവർ ഗൗതമിന്റെ അനിയത്തി ദുർഗയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോ ആ കുടുംബം മുഴുവൻ എന്റെ കാൽക്കീഴിൽ വരുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാ എന്റെ അനിയത്തി ശിവാനി ആ പ്ലാന് നശിപ്പിച്ചു കളഞ്ഞു. ചേട്ടാ, നിങ്ങളൊരു പോലീസ് ഓഫീസറായിരിക്കും, പക്ഷെ നമ്മുടെ ശിവാനി ലോ ആൻഡ് ഓർഡർ അറിയാവുന്ന ഒരു വനിതാ പോലീസ് ആണല്ലോ. എന്താടാ ഇപ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത പോലാണല്ലോ പറയുന്നത്? അഹങ്കാരം തലയ്ക്ക് പിടിച്ചാലേ എന്തു വേണമെങ്കിലും അവൻ സംസാരിക്കും. മുത്തശ്ശി, എന്നെ സംബന്ധിച്ചിടത്തോളം നീതിയും ധർമ്മവും പാലിക്കുന്നവരാണ് പോലീസ്. അത് പാലിക്കാത്ത എല്ലാവരും കുറ്റവാളികൾ തന്നെയാണ്. അതറിയാത്തവരെല്ലാം നിങ്ങളെപ്പോലെ ഇങ്ങനെ കൈകിട്ട് നോക്കിയിരുന്നേ പറ്റൂ. ഇവർക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ, കുറുക്ക് വഴിയില് എന്റെ ഏട്ടനോട് മത്സരിക്കാൻ നിൽക്കരുതെന്ന്. എന്താ അവൻ രാജവംശത്തിലുള്ളവനാണോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ദോശ അതും ഇതൊക്കെ ഉണ്ടാക്കി നടക്കുന്ന അവനെ നീ എന്തിനാ പുകഴ്ത്തുന്നേ? എന്റെ ഏട്ടൻ തട്ടുകട നടത്തുവാന്ന് വെച്ചിട്ട് തൊടാൻ ചെന്നാല് കത്തിപ്പോവും നിങ്ങള്. കാര്യം എന്താന്ന് വെച്ചാ അവിടെ എപ്പോഴും തീ ഉണ്ടാവും. നീയും ഇവനെ കത്തിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലാതെ മരുമകളായിട്ടല്ല. ഗീതേ, അവൾ പറഞ്ഞു മനസ്സിലാക്ക്. എന്താ പറയേണ്ടത് അമ്മായി? ഈ പറയുന്നതൊന്നും സഹിക്കാൻ വയ്യാതെ അമ്മായിക്ക് BP കൂടുമെന്ന് പറയണോ? അല്ലെങ്കിൽ മുൻകൂറായിട്ട് ചെന്ന് ഗുളിക എടുത്തോണ്ട് വരാൻ വേണ്ടി പറഞ്ഞു വിടണോ? വരദരാജ, നിന്റെ ഭാര്യയും എന്താണ് സംസാരിക്കുന്നതെന്ന് നീ കേട്ടില്ലേ? ഞാൻ കേൾക്കുന്നുണ്ടമ്മേ. ഇത്രയും നാൾ ഗീത വാ തുറന്ന് സംസാരിക്കാത്തവളാണെന്നാ കരുതിയത്. എന്നാൽ ഇപ്പൊ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ സംസാരിക്കുക. നമ്മളോട് എതിർക്കുന്നത് നല്ലതിനല്ലെന്ന് മനസ്സിലാക്കിയിട്ടും ഇത്രയ്ക്ക് അഹങ്കാരത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ജീവിതം അവസാനിക്കാറായി എന്നാണ് അർത്ഥമേ. എനിക്കിനി ഒരുപാട് കാലം ജീവിക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല. ജീവിച്ചിരിക്കുന്ന അത്രയും കാലം എന്റെ മകളും മരുമകളും ധൈര്യമായിട്ടാണ് ജീവിക്കുന്നതെന്ന് എനിക്കൊന്ന് തെളിഞ്ഞാൽ മാത്രം മതി. അതിന്റെ പിറ്റേ ദിവസം ഈ ലോകം തന്നെ വിട്ടുപോകാൻ ഞാൻ തയ്യാറായിരിക്കുക. നന്നായി അമ്മായി. നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി എന്റെ കുട്ടിക്കാലം മുതലേ ആഗ്രഹിച്ചിരുന്നു ഞാൻ. ഇന്ന് അമ്മായി ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ തന്നെ എന്റെ കാതുകൾക്ക് ഇമ്പമായി തോന്നി. ഈ കൈ കൊണ്ടൊരു അടി തന്ന് നിന്റെ ചെവി കൂടെ ചോര വരും പറഞ്ഞേക്കാം. ദേവേട്ടാ, നിങ്ങളൊരു പുരുഷനായതുകൊണ്ട് മാത്രം എന്നെ വേണമെങ്കിൽ അടിക്കാൻ കഴിയും. അതുപോലെ ഞാനൊരു പെണ്ണായതുകൊണ്ട് ഭയം നോടുവെന്ന് കരുതണ്ട. ഒരടിയെങ്കിലും ഞാനും തിരിച്ചടിച്ചിരിക്കും. എന്താടാ ഇത്? അവളെന്താ പറഞ്ഞെന്ന് കേട്ടോ വരദരാജ? ഇവിടെ ആരും ചെവി കേൾക്കാത്തവരല്ല മുത്തശ്ശി. ഇത്രയും പ്രായമുള്ള നിങ്ങൾ നന്നായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെന്താ പറഞ്ഞെന്ന് കേട്ടതാ. ഏട്ടത്തി, അമ്മേ, വാ നമുക്ക് കഴിക്കാം. ദേവാ, അവര് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് കഴിക്കാൻ പോയിരിക്കുകയാണ്. അവരെന്ത് വേണം ചേട്ടാ? അതിനിപ്പോ ഞാനെന്ത് വേണം? അവർക്ക് ഭക്ഷണം മാറി കൊടുക്കണോ? എന്താ ദേവാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. പിന്നെ എങ്ങനെയാ അമ്മേ അവന് മനസ്സിലാകുന്നത്? ഈ വീട്ടിലെ പെണ്ണുങ്ങൾ എതിർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് തടസ്സം നിൽക്കുന്നവരെ നശിപ്പിക്കലാണ് നമ്മുടെ ശീലം. അത് പുല്ലായിരുന്നാലും ശരി, ഭാര്യ ആയിരുന്നാലും ശരി.
ഇതെന്താ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? എന്താ ഏട്ടാ ഇങ്ങനെ സീരിയസ് ആയിരിക്കുന്നേ? ഒന്നുമില്ല മോളെ. ദുർഗ തോക്കൊളിപ്പിച്ച് വെച്ചതില് ഏട്ടൻ അവളോട് ദേഷ്യത്തിലാണോ? ഏയ് ഇല്ല മോളെ, അവളൊരു ചെറിയ കുട്ടിയല്ലേ, അറിയാതെ സംഭവിച്ചാവാം. ചേട്ടന്റെ അനിയത്തിമാരെ ഇടയ്ക്കൊന്ന് വഴക്ക് പറയുന്നത് നല്ലതാ.